ഇവർ ചോദിക്കുന്ന വിഗ്രഹം അതിന്റെ ഉടമകൾക്കടുത്ത് എത്തിക്കഴിഞ്ഞു. കള്ളം! കള്ളന്മാർ നിങ്ങളല്ലേ? നിങ്ങൾ പെരുങ്കള്ളനല്ലേ? ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവർ ആഗ്രഹിച്ചു, ഭഗവാൻ അത് നടത്തിക്കൊടുത്തു. അവരെന്തിനാ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്? തെറ്റിനുള്ള ശിക്ഷ മറ്റൊരാൾ വിധിക്കുന്നതിനേക്കാൾ അവർ തന്നെ ചോദിച്ചു വാങ്ങുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഇനി അവർ തിരുത്തിക്കോളും. ഇനി കളവ് ചെയ്യാനുള്ള തോന്നൽ അവർക്കുണ്ടാവില്ല. കുസൃതിയിലും നന്മ തന്നെയാണ് ദേവിയുടെ ലക്ഷ്യം. ദേശമംഗലത്തമ്മ എന്ന ധൈര്യത്തിലാണ് ഈ നാട്ടിലെ പ്രജകളെല്ലാം ഉറങ്ങുന്നത് പോലും. അവരെ ഞാൻ തന്നെ കാക്കണ്ടേ? വേണം. ദേശമംഗലത്തമ്മ ദേശത്തിന്റെ മാത്രം അമ്മയല്ല, പ്രജകളുടെ കൂടി അമ്മയാണ്. അമ്മയുടെ കൈകളിൽ മക്കൾ സുരക്ഷിതരായിരിക്കണം. വർണ്ണേ, വർണ്ണേ, എന്നോട് പിണക്കാണോ? ഞാൻ ഇവിടെ കാത്തേക്കൊന്ന് പറഞ്ഞല്ലേ, പിന്നെ തന്നെ വേദ വൈകിയത്? ഇന്ന് ഗുരുനാഥനും ഗുരുപുത്രിയും സ്ഥലത്തില്ലാത്തോണ്ട് ഗുരുകുലത്തിൽ പോവേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടങ്ങ് ഇരുന്നു പോയി. അപ്പോഴാ ഓർത്തത് വർണ്ണ ഇവിടെ കാത്തിരിക്കുന്ന് പറഞ്ഞത്. കണ്ടോ, കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് വേദ എന്നെ മറന്നല്ലോ. എന്നാ തമ്പുരാട്ടിക്കുട്ടി ക്ഷമിക്കൂ, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഇതാ ഇതെവിടെന്നാ? കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ പൂത്തതാണോ? ഇനി ഒരുപാടുണ്ട്. പക്ഷേ പൂക്കൾ ചെടിയിൽ നിൽക്കുന്നല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പൂക്കൾ എടുക്കുന്നുണ്ടല്ലോ, അതോ? അത് ദൈവങ്ങൾക്കുള്ള അർച്ചനയല്ലേ. കുഞ്ഞുങ്ങൾ ദൈവമാണെന്നല്ലേ ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത്? അതെ. അപ്പോ ഞാൻ വേദിയെ ദൈവമായിട്ടല്ലേ കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ വർണ്ണയും ദൈവമല്ലേ, ഞാൻ അർച്ചന നടത്താം. വേദ ചന്ദ്രകാന്തമലയിൽ കേറിയിട്ടുണ്ടോ? ഇല്ല, അതെവിടെയാ? ഞാൻ പോയിട്ടുണ്ട്.
നല്ല രസമാണ് അവിടെ. മലയുടെ മുകളിൽ കയറി നിന്നാൽ ദൂരദേശങ്ങൾ ഒരുപാട് കാണാം. പൂത്തു നിൽക്കുന്ന കാടുകൾ, മലയിലൂടെ ഒലിച്ചിറങ്ങുന്ന അരുവികൾ എല്ലാം ഉണ്ട്. ഹോ, കേട്ടിട്ട് കൊതിയാവുന്നു. എങ്കിൽ നമുക്ക് പോയാലോ? ഒരുപാട് സമയം എടുക്കില്ലേ? എനിക്ക് അച്ഛനടുത്ത് തിരിച്ചെത്തണം. നമുക്ക് ഓടിപ്പോവാം. കാഴ്ചകൾ കണ്ട് പെട്ടെന്ന് വരാം. പേടിയാണോ മലയിൽ കയറാൻ? പേടിയൊന്നുമില്ല. വർണ്ണ എന്റെ കൂടെ ഇല്ലേ? എങ്കിൽ വരൂ, നമുക്ക് സ്വർഗം പോലത്തെ കാഴ്ചകൾ കാണാം. കാണുന്നതാണ് ചന്ദ്രകാന്തം മല. ഇത്രയും ഉയരത്തിലോ? അവിടെ ചെന്ന് നിന്നാലേ കാഴ്ചകൾ കാണാൻ പറ്റൂ. വേണ്ട വർണ്ണേ, ഇത്രയും ഉയരത്തിലൊന്നും കേറണ്ട. കാല് തന്നെ വീഴുന്നാ പിന്നെ. വർണ്ണ കൂടെ ഉണ്ടാവുമ്പോ പേടിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അത് സത്യം തന്നെയാണ്. എന്നാലും നമുക്ക് തിരിച്ചു പോവാം. ഒരിക്കൽ വേദ കാഴ്ച കണ്ടുനോക്കൂ, പിന്നെ മനസ്സിൽ നിന്നേ പോകില്ല. പറഞ്ഞു പറഞ്ഞു എന്നെ വല്ലാണ്ട് കൊതിപ്പിച്ചു. എങ്കിൽ പോവാം, വാ. വാ, വാ, വേഗം വാ, വേഗം നടക്ക്. ക്ഷീണമായി. ഇനി കുറച്ചേ ഉള്ളൂ, വാ. ഒന്ന് വേഗം വാ. എവിടെ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. പൂത്തു വയ്ക്കുന്ന കാടുകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവ എവിടെ? മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെവിടെ? എന്താ പറഞ്ഞേ, ഒന്ന് കാണാത്തത് എന്താ? കുട്ടി, മല കയറുമ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നല്ലോ. എവിടെ പോയി ആ ആള്? അതെന്താ ഉത്തരം പറയാതെ ഓടിക്കളഞ്ഞത്? കൂട്ടുകാരി എവിടെ? ഞാൻ രാജകുമാരിയാണ്. അതുകൊണ്ടെന്താ ചോദിച്ചതിന് ഉത്തരം പറയണ്ടേ? കൂട്ടുകാരി എന്താ മലമുകളില് കാഴ്ച കണ്ടു നിൽക്കുവാണോ? സ്നേഹിക്കുന്ന കൂട്ടുകാരെ ചതിക്കാൻ പാടുണ്ടോ? അത് തെറ്റാണെന്നറിയില്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? ചോദിക്കാതെ പറ്റില്ലല്ലോ. മലമുകളിൽ എന്താ സംഭവിച്ചതെന്ന് പറയൂ. കുട്ടി, പറയൂ. പറയാൻ. ഞാൻ തള്ളിയിട്ടല്ല. കള്ളം. അറിയാതെ കൈതട്ടി വീണതാണ്. കള്ളം. അതെ, കള്ളം. കൈതട്ടിയതാണ്. കള്ളം. ആ യോഗിനി ഏതാ വല്യമ്മേ? ഞാൻ എത്ര ദൂരം ഓടിയിട്ടും അവൻ എങ്ങനെ എന്റെ മുന്നിൽ വന്നത്? അവർക്കെന്താ വല്ല മന്ത്രശക്തി ഉണ്ടോ? എന്ത് മന്ത്രശക്തി? ഭയം മനസ്സിൽ കയറിയപ്പം അരുതാത്ത ചിന്തകൾ മനസ്സിൽ കയറിയതാവും. ആ യോഗിനി അച്ഛൻ തമ്പുരാനെ കാണുമോ?
ഞാൻ ചെയ്ത കാര്യം പറഞ്ഞു കൊടുക്കുമോ? അച്ഛൻ തമ്പുരാനെ ശിക്ഷിക്കുമോ? കാഷായ വേഷമിട്ട് ഊരുന്നുണ്ടെന്ന് ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ ഭിക്ഷാടനം നടത്താൻ മാത്രമുള്ളവരാ. അവരെയൊക്കെ തമ്പുരാട്ടിക്കുട്ടി പേടിക്കാൻ പാടുണ്ടോ? എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് വല്യമ്മേ. മാർഗം പറഞ്ഞെന്ന വല്യമ്മയല്ലേ. എന്ത് വന്നാലും വല്യമ്മ നോക്കിക്കോളാം. വല്യമ്മ മോക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. അവള് താഴേക്ക് തന്നെ വീണല്ലോ അല്ലേ? വീണു. താഴേക്ക് അവള് വീഴുന്നത് ഞാൻ ശരിക്കും കണ്ടു. കുഞ്ഞല്ലേ, ഒരു വീഴ്ച തന്നെ ധാരാളം. ഇനി ഒരിക്കലും പറഞ്ഞ മോൾക്ക് അവളുടെ ശല്യം ഉണ്ടാവില്ല. വേദക്കുട്ടിയെ കാണാതാകുമ്പോ അവളുടെ അച്ഛൻ തിരുമേനി തിരക്കില്ലേ? അച്ഛൻ തമ്പുരാനോട് പറയില്ലേ? അപ്പൊ നാട് മുഴുവനും സേവകരയക്കില്ലേ? അതിനെന്താ, തിരക്കട്ടെ. മലയുടെ താഴ്വാരത്ത് പോയി അവളെ കണ്ടെത്തുമെങ്കിൽ കണ്ടെത്തിക്കോട്ടെ. മോൾ എന്താ പറയണ്ടേന്നറിയാമോ? പാഠശാലയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി പരസ്പരം പിരിഞ്ഞു. മോള് കൊട്ടാരത്തിലേക്ക് പോന്നു, വേദക്കുട്ടി എങ്ങോട്ടോ പോയി. അറിയില്ല എന്ന് പറയണം. കേട്ടോ? പാഠശാലയിൽ നിന്ന് കൈകോർത്ത് പിടിച്ചല്ലേ രണ്ടാളും മടങ്ങിയത്. ആ, അപ്പൊ ഗുരുനാഥനും ഗുരുപുത്രിക്കും സംശയം ഉണ്ടാവില്ല. പിന്നെ നാട് വാഴുന്ന പൊന്നുതമ്പുരാന്റെ മകൾക്കെതിരെ സാക്ഷി പറയാൻ ആർക്കാണ് ധൈര്യമുണ്ടാകുക? അങ്ങനെ ആരെങ്കിലും ധൈര്യം കാണിച്ച വല്യച്ഛനോട് ഞാൻ പറഞ്ഞ് അവന്റെ തല അപ്പ തന്നെ അരിയില്ലേ? എന്നാലും അവളെ കൺമുന്നിൽ കാണുന്നത് പോലെ, അവളുടെ കരച്ചിൽ കേൾക്കുന്നത് പോലെ. മോളൊന്നും ഓർക്കണ്ട. മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഇത് രാജതന്ത്രമാണെന്നാണ്. നാട് വാഴുന്ന തമ്പുരാക്കന്മാർക്ക് മാത്രമല്ല, വളർന്നു വരുന്ന തമ്പുരാട്ടിക്കുട്ടിക്കും കൊല്ലാനുള്ള അധികാരമുണ്ട്. ഇനി പാഠശാലയിലും നൃത്തപഠനത്തിലും എന്റെ വർണ്ണക്കുട്ടിക്ക് ഒരു എതിരാളികളും ഇല്ല. അയ്യോ, എന്തിനാ അവിടെ കിടക്കുന്നത്? എഴുന്നേക്ക്, എഴുന്നേക്ക്, ഉണര്. എഴുന്നേക്ക്. എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? എഴുന്നേക്ക് കുട്ടി, എഴുന്നേക്കൂ. മോളേതാ? കുഞ്ഞിപ്പെണ്ണ് കളിക്കാനിറങ്ങിയപ്പോ മോൾ അവിടെ വീണ് കിടക്കുകയായിരുന്നു. ഞാൻ മലയുടെ മുകളിൽ നിന്ന് കാല് തന്നെ വീണതാ. മലയുടെ മുകളിൽ നിന്നോ? ഇത്രയും ഉയരത്തിന്നോ? പാഠശാലയിൽ നിന്ന് വരുന്ന വഴിക്ക് കാഴ്ച കാണാൻ കേറിയതാ. കാല് തന്നെ വീണു. ഒന്നും പറ്റാതിരുന്നത് ഭാഗ്യം. ദേശമംഗലത്തമ്മ കാത്തു. നിങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ നാട്ടിൽ പുതിയതായിട്ട് വന്നതാ. ഞങ്ങൾ കാട്ടിലായിരുന്നു. ഇവളുടെ അച്ഛൻ മരിച്ചപ്പോ ഇങ്ങോട്ട് പോന്നതാ. അച്ഛനെ പുലി പിടിച്ചതാ കാട്ടി വെച്ച്. അയ്യോ, അത് കഷ്ടമാണല്ലോ. മോളുടെ അച്ഛനും അമ്മയൊക്കെ ആരാ? എന്റെ അച്ഛൻ ദേശമംഗലത്തമ്മയുടെ പൂജാരിയാ. എന്താ? ഞങ്ങൾ മോളെ തൊടാൻ പാടില്ല. അതെങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ ബോധം കെട്ട് കിടക്കുമ്പോ നിങ്ങളല്ലേ എന്നെ എടുത്തത്? എന്നിട്ട് തൊടാൻ പാടില്ലെന്ന് പറഞ്ഞാ? മോളുടെ അച്ഛനും അമ്മയൊക്കെ മോളെ കാണാതെ വിഷമിക്കില്ലേ? എനിക്ക് അമ്മയില്ല, മരിച്ചുപോയി. മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പവും ഇല്ല. ദേശമംഗലത്തമ്മ എപ്പോഴും എന്റെ കൂടെയുണ്ട്. അതാ ഇത്ര മുകളിൽ നിന്ന് വീഴ്ന്നിട്ടും ഒന്നും പറ്റാത്തത്. അറിയാം, ദേശമംഗലത്തമ്മയുടെ ശക്തി അറിയാം. ദേശമംഗലത്തമ്മ എന്നെ രക്ഷിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ? അതൊക്കെയുണ്ട്. മോൾ ഒറ്റയ്ക്ക് പോകുമോ അതോ കൂട്ടിന് ഞങ്ങളും വരണോ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം.
എനിക്ക് ഈ നാട്ടിലുള്ള എല്ലാവരും പരിചയമുണ്ട്. അമ്മയുടെ പേരെന്താ? മല്ലി. ഇത് കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണെ, എന്നെ രക്ഷിച്ചത് കുഞ്ഞിപ്പെണ്ണല്ലേ? രക്ഷിക്കുന്നവർ ദൈവങ്ങളാണെന്ന് അച്ഛനും ഗുരുനാഥനും പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ ഞാൻ ഇനിയും വരാട്ടോ. വരൂ. വരാം. മലമുകളിൽ നിന്ന് വീണ്ടും വീഴോ? അല്ലാതെ വരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. പോട്ടെ. നല്ല കുട്ടിയല്ലേ മോളെ? നല്ലതാ. എത്ര നന്നായിട്ട് ആ കുട്ടി പെരുമാറുന്നത്. സ്ഥാനത്തിന്റെ വലുപ്പമോ അഹങ്കാരമോ ഇല്ല. ദേശമംഗലത്ത് അമ്മയുടെ നാടിന്റെ പ്രത്യേകതയാണ്. അമ്മേ ഭഗവതി. അച്ഛാ, എന്താ മോളെ? അതെന്താ ഞാൻ പൂജാരിയുടെ മകളാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞി അമ്മ എന്റെ അടുത്ത് നിന്ന് അകന്നു മാറിയത്? അത് ചില ആചാരങ്ങളുടെ വ്യത്യാസമാണ്. അവർക്കെന്താ വ്യത്യാസം? അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. വ്യത്യാസങ്ങളെല്ലാം ആളുകൾ ചമച്ചുണ്ടാക്കിയതാണ്. ആ പേടി കൊണ്ടാണ് അവരകന്നു നിന്നത്. ആളുകളിൽ നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ടല്ലോ. അതല്ലേ വ്യത്യാസത്തിന്റെ അടിസ്ഥാനം. അങ്ങനെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. അത് ശരി. പക്ഷെ ജന്മം, കുലം, ഗോത്രം അതൊക്കെ ചിലര് വ്യത്യാസത്തിന്റെ അളവുകോലുകളായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ അത് തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ്. അപ്പൊ ഇനി കുഞ്ഞിയും അമ്മയും കണ്ട സംസാരിക്കാലോ, കൂട്ടുകൂടാലോ. അതിനെന്താ? എനിക്കവരെ തൊടാലോ. പിന്നെന്താ? എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഈശ്വരന്റെ കണ്ണിൽ ആർക്കും ഒരു വ്യത്യാസവും ഇല്ല. അല്ല, ഉറങ്ങുന്നില്ലേ? ഉറങ്ങാം. കണ്ണടയ്ക്കുമ്പോ കുഞ്ഞിയും കുഞ്ഞിയുടെ അമ്മയെ കാണുന്ന പോലെ. കുഞ്ഞ് ചിരിക്കുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി മലമുകളിലേക്ക് കയറാൻ പോരുത്. ഇന്നത്തെ പോലെ കാല് വഴുതി വീണാലോ? ഇനി പോകുന്നില്ല. എങ്കിൽ പ്രാർത്ഥിച്ചു കിടന്നോളൂ. കുഞ്ഞിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. എനിക്ക് അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. എനിക്കും സങ്കടം, കുഞ്ഞിക്കും സങ്കടം. കുഞ്ഞ് താമസിക്കുന്നതേ കാടിനടുത്തുള്ള ഒരു സ്ഥലത്താ. കാട്ടുമൃഗങ്ങൾ ഉപദ്രവിക്കില്ലേ? ഉപദ്രവിക്കരുതെന്ന് പറയണം. കാട്ടുമൃഗങ്ങളോടോ? അല്ല, ദേവി മഹാമായയോട്. അമ്മേ മഹാമായേ, കുഞ്ഞെ അവളുടെ അമ്മയും കാക്കണേ. പൂജാരിയുടെ മകൾ പൂജാരിയോടൊപ്പമുണ്ട്. അതെങ്ങനെയാ? അവൾ മലയുടെ ഉച്ചിയിൽ നിന്ന് താരെ വിട്ടിട്ടും അവൾക്കൊന്നും പറ്റിയില്ലെന്നോ? ചിലപ്പോ ഏതെങ്കിലും മരക്കൊമ്പി തൂങ്ങിയിട്ടുണ്ടാവും. താഴേക്ക് പോകുന്നത് കണ്ടു എന്നല്ലേ മോള് പറഞ്ഞത്? മോളൊരു യോഗിനിയെ കുറിച്ച് പറഞ്ഞിരുന്നു. പൂജാരിയുടെ മകളെ തള്ളിയിട്ടിട്ട് പോരുമ്പോ പുറകെ കൂടിയൊരു യോഗിനി. മോള് പല വഴിക്ക് ഓടിയിട്ടും അവര് മുന്നിൽ വന്ന് നിന്നു എന്നും പറഞ്ഞു. അന്നേരം ഞാനത് വർണ്ണമോളുടെ വെപ്രാളം കൊണ്ട് തോന്നിയതായിരിക്കുമെന്നും പറഞ്ഞു. അവർക്കെന്തെങ്കിലും മന്ത്രശക്തി ഉണ്ടോ എന്ന് മോൾ എന്നോട് ചോദിച്ചു. ഇനി സത്യത്തിൽ അങ്ങനെ ഉണ്ടാവുമോ? അവരായിരിക്കോ പൂജാരിയുടെ മകളെ രക്ഷപ്പെടുത്തിയത്? കുഞ്ഞുങ്ങൾ പറയുന്ന കെട്ടുകഥകൾക്ക് അത്ര ഗൗരവം കൊടുക്കണ്ട. പൂജാരിയുടെ മകൾ എല്ലാം വിശദമായി പറഞ്ഞാൽ അത് അനുജൻ തമ്പുരാന്റെ ചെവിയിൽ എത്താനും വൈകില്ല. നോക്കൂ, പരാതി അനിയൻ തമ്പുരാന്റെ ചെവിയിലെത്തിയ കുഞ്ഞിനോടല്ല എന്നോടാവും ചോദ്യം വരിക. കാത്തുകാത്തിരുന്ന് ദേശമംഗലത്തെത്തിയിട്ട് വന്നതിലും വേഗം തിരിച്ചു പോകാനാവോ നമ്മുടെ വിധി? ഈ കൊട്ടാരക്കെട്ടിന്റെ ഭിത്തികൾക്ക് പോലും മനസ്സിനെ പിടിച്ചടക്കുന്ന ഒരു ഗന്ധമുണ്ട്. അകത്തളത്തിൽ എവിടെ തിരിഞ്ഞാലും തമ്പുരാനേ എന്നൊരു വിളിയുണ്ട്. ഓച്ചാനിച്ചു നിൽക്കുന്ന നൂറുകണക്കിന് പേരുണ്ട്. അധികാരമെന്ന് പറയുന്നത് ചെറിയൊരു സംഗതി അല്ല സുകന്യ. ദേശാടനം അവസാനിപ്പിച്ച് ചിത്രഭാനു ദേശമംഗലം കൊട്ടാരത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ
അതിന് ചില കണക്കുകൂട്ടലുകളുണ്ട്. അതൊരിക്കലും പിഴക്കില്ല. വല്യമ്മേ, എന്താ മോളെ? ഞാൻ ഇനി പാഠശാലയിലേക്ക് പോകുന്നില്ല. അവളുടെ മോൻ കാണുന്നത് തന്നെ പേടിയാ. അങ്ങനൊന്നും പറയാതെ മോളെ. മലമുകളിൽ കയറിയപ്പോ ആ പെൺകുട്ടി കാല് തെറ്റി വീണു. ആരെങ്കിലും ചോദിച്ചാ മോൾ അത് മാത്രം പറഞ്ഞാ മതി. മോളെ കുറിച്ച് ആരും പരാതി പറയില്ല. അച്ഛൻ തമ്പുരാന്റെ കാതുകളിലേക്ക് ഈ വർത്തമാനം എത്തുകയില്ല. ഇത് വല്യച്ഛൻ മോക്ക് തരുന്ന വാക്കാ. പതിവ് പോലെ മോള് പാഠശാലയിലേക്ക് പോണം. അഥവാ ഇനി അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മോള് വല്യച്ഛനോട് വന്ന് ബോധിപ്പിക്കണം. അപ്പൊ അച്ഛൻ തമ്പുരാൻ അറിയാതെ പൂജാരിയെ മകളെയും വല്യച്ഛൻ ശിക്ഷിച്ചോളാം. ഇനി പോകാൻ മടിയുണ്ടോ? ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ തമ്പുരാട്ടി കുട്ടിയല്ലേ. ഇങ്ങനെയാണ് പറയേണ്ടത്. വർണ്ണമോള് ദേശമംഗലം വാഴുമ്പോ അത് കണ്ട് സന്തോഷിക്കണം വല്യച്ഛനും വല്യമ്മയ്ക്കും. പറഞ്ഞേ. എന്തിനാ എന്നെ മലമുകളിൽ നിന്ന് തള്ളിയിട്ടത്? ആര് തള്ളിയിട്ടു? നീ കാലം എഴുതി വീണതല്ലേ. വർണ്ണ പറഞ്ഞേക്ക് ഞാൻ വിശ്വസിച്ചില്ലേ? മലമുകളിലേക്ക് കേറി വന്നില്ലേ? എന്നിട്ട് എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത്? അത് പിന്നെ എനിക്കറിയില്ല. ആ മലയുടെ മുകളിൽ പൈശാചിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോ അവരെല്ലാം ചെയ്തതായിരിക്കും. വേദപൂജാരിയുടെ മകളായതുകൊണ്ട് ദേഷ്യം കാണുമല്ലോ. ശരിക്കും എനിക്ക് വേദയെ തള്ളിയിടണമെന്ന് ആഗ്രഹമേ ഇല്ലായിരുന്നു. സത്യം. ശരി, വർണ്ണ കരുതിക്കൂട്ടി ചെയ്തതല്ലെങ്കിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വേദ അച്ഛൻ തിരുമേനോട് പറഞ്ഞിരുന്നോ ഞാൻ തള്ളിയിട്ടൊന്ന്? ഇല്ല, ഞാൻ തനിച്ചാണ് മല കയറിയതെന്ന് പറഞ്ഞു. കാല് വഴുതിയാണ് വീണതെന്നും പറഞ്ഞു. വർണ്ണയെ ആരും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമില്ല. അത്ര ഉയരത്തിൽ നിന്ന് വീണിട്ടും വേദ എങ്ങനെ രക്ഷപ്പെട്ടെ? എന്നെ ദേശമംഗലത്തമ്മ കാത്തു. ദേശമംഗലത്തമ്മയോ? ആ, അമ്മയുടെ ഭക്തരെ കൂടെ അമ്മ എപ്പോഴും കാണില്ലേ? ആ പിന്നെ മലയുടെ താഴെ ഞാനൊരു കുഞ്ഞിനെ കണ്ടു.